ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഗൃഹപ്രവേശ് എന്ന ഒരു വ്യത്യസ്തമായ ബംഗാളി സിനിമയുടെ കഥയാണ് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ വൺ ലൈൻ നമുക്കൊന്ന് നോക്കാം. തന്റെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഭാര്യയോടൊപ്പം ജീവിക്കാതെ ഉടൻ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഭർത്താവ്. അങ്ങനെ ഭർത്താവ് വിദേശത്തേക്ക് പോയതിനു ശേഷം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു 6-7 വർഷമായി ഭർത്തൃ വീട്ടിൽ ആ പുതിയ ഭാര്യ തന്റെ ഭർത്താവിനായി കാത്തിരുന്ന് മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഭാര്യയുടെ മുഴുവൻ സമയ ജോലി എന്നത് അവിടെ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന തന്റെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും നോക്കുക എന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നത്. ആ വ്യക്തിയെ നമ്മുടെ നായിക ഭർത്താവിന്റെ മുറിയിൽ തന്നെ താമസിപ്പിച്ച് വാടകയും വാങ്ങിക്കുന്നു. ഈ വിഷയം ഒന്നും നായികയുടെ അമ്മായി അച്ഛനോ അമ്മായി അമ്മയ്ക്കോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കാണാൻ പാടില്ലാത്ത സംഭവങ്ങളും കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും തന്റെ മരുമകളിലൂടെ അവർ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം അവിടെ എന്ത് തരം ട്വിസ്റ്റുകളാണ് നടക്കുന്നത്? ആ ക്ലൈമാക്സിലുള്ള വലിയ ട്വിസ്റ്റ് എന്താണ്? ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. കൽക്കത്തയിൽ എപ്പോഴും ഈ അമ്മൻ പൂജ നടക്കുന്നത് പതിവാണ്. എല്ലാ വർഷവും ആ അമ്മൻ ഉത്സവം നടക്കും. നിങ്ങൾ കരുതുന്നത് പോലെ അമ്പലത്തിലോ മറ്റോ അല്ല ആ ഉത്സവം നടക്കുന്നത്. ഓരോ വീട്ടിലുമാണ് ആ ഉത്സവം നടക്കുക. അതായത് ഒരു വലിയ വീടുണ്ടെങ്കിൽ ആ വീടിനുള്ളിൽ അമ്മന്റെ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച് ഒരു 3-4 ദിവസത്തേക്ക് അടുത്ത വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് പൂജ ചെയ്ത് ആ ഉത്സവം ആഘോഷിക്കും. പ്രധാനമായും കൽക്കത്തയിലെ വലിയ കുടുംബങ്ങളാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഉത്സവമാണ് ഇനി കുറച്ചു നാളുകൾക്കുള്ളിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ അതേ കൽക്കത്തയിൽ ജീവിക്കുന്ന ഒരു വലിയ കുടുംബത്തെ കാണിക്കുകയാണ്. ആ കുടുംബത്തിൽ ഒരു പ്രായമായ ആളുണ്ട്, അതായത് വലിയവർ എന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട്. അത് കൂടാതെ മുനി എന്ന് പേരുള്ള ആ വീട്ടിൽ ഒരു വേലക്കാരനുമുണ്ട്. വേലക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഈ വലിയവരുടെ വളർത്തുമകൻ എന്ന് പറയുന്നതാവും ശരി. സീൻ കട്ട് ചെയ്ത് അതേ വീട്ടിൽ നമ്മുടെ നായികയായ അപർണ ഉറങ്ങിക്കിടക്കുന്നതായി കാണിക്കുന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മരുമകൾ തന്റെ ഭർത്താവിനെ പിരിഞ്ഞ് 7 വർഷമായി ഭർത്തൃ വീട്ടിൽ ഓരോ ദിവസവും ഭർത്താവിനായി കാത്തിരിക്കുന്നു എന്ന്. അത് ഈ അപർണയാണ്. അങ്ങനെ കാത്തിരുന്ന് മടുത്ത് ഇതെന്തൊരു ജീവിതം എന്ന മട്ടിലാണ് അപർണ ജീവിക്കുന്നത്. നേരത്തെ കാണിച്ച ആ വലിയവർ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പിറന്ന ഒരേ ഒരു മകനെയാണ് ഈ അപർണ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നാൽ അവനും ഒരു 6 വർഷം മുൻപ് വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയതാണ്. ഈ 6 വർഷത്തിനിടയിൽ വീട്ടിലേക്ക് ശരിക്ക് ഫോൺ പോലും ചെയ്യാതെ, താൻ എപ്പോഴാണ് വരുന്നതെന്ന് പോലും പറയാതെ ഒരു ഭാര്യയെയും അച്ഛനമ്മമാരെയും വിഷമിപ്പിച്ചുകൊണ്ടാണ് അവൻ ഇപ്പോൾ വിദേശത്ത് കഴിയുന്നത്. ഇത് കാരണം തന്നെ ആ വീട്ടിലുള്ള അവന്റെ അച്ഛനും അമ്മയ്ക്കും മരുമകളായ അപർണയോട് ഒരു ചെറിയ സഹതാപമുണ്ട്. മരുമകൾ നമ്മുടെ മകനെ കുറിച്ച് തെറ്റായി ചിന്തിക്കരുത്. 6 വർഷമായി വരാത്തത് കൊണ്ട് അവൾ ജീവിതം മാറ്റാൻ ചിന്തിക്കരുത്. എന്റെ മകന് വേണ്ടി തന്നെ അവൾ ജീവിക്കണം. ഇപ്പോൾ മകനില്ലാത്തത് കൊണ്ട് ആ വീട്ടിലെ വളർത്തുമകൻ, ഒരു വേലക്കാരൻ എന്നൊക്കെ പറഞ്ഞ മുനിയില്ലേ, അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മുടെ നായികയ്ക്ക് ടൈം പാസ് എന്ന് പറയാൻ അവരുടെ സുഹൃത്ത് മാത്രമാണുള്ളത്. അവരുടെ പേര് സൗമ്യ. തന്റെ സങ്കട കഥകളും എനിക്കിപ്പോൾ 30 വയസ്സിന് മുകളിലായി, എന്നിട്ടും ഒരു ദിവസം പോലും എന്റെ ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല, എന്റെ ഭർത്താവ് എന്റെ അടുത്ത് പോലും വന്നിട്ടില്ല എന്നൊക്കെ വളരെ നിരാശയോട് കൂടി പറയുന്നു. മറ്റൊരു വശത്ത് ഇപ്പോൾ പ്രായമായതുകൊണ്ട് നമ്മുടെ നായികയുടെ അമ്മായി അച്ഛന് നടക്കാൻ വയ്യാതെ കിടപ്പിലാണ്. നമ്മുടെ നായികയാണ് ആ അമ്മായി അമ്മയെ നോക്കേണ്ടത്. ഇപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മീശയും താടിയും ഒക്കെ വെച്ച് ഒരു ചെറിയ പയ്യനെ പോലെ ഒരാൾ ചുറ്റിക്കറങ്ങുന്നു. ഇതാണ് ആ വലിയവരുടെ മകൻ, അതായത് നായികയുടെ ഭർത്താവ്. ആദ്യമായി നായികയുടെ പേര് പറഞ്ഞ് അപർണ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അച്ഛനും അമ്മയുമില്ല. നീ അവളെ വിവാഹം കഴിക്കുമോ എന്നീ വലിയവർ തന്റെ മകനോട് ചോദിച്ചിട്ടുണ്ടാകും. അതിനവൻ ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അന്ന് അവനെടുത്ത തീരുമാനം ഇന്ന് ഈ പെൺകുട്ടിയെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നല്ലോ എന്ന് അവരുടെ അമ്മായി അച്ഛനും ഇപ്പോൾ ആലോചിച്ചു നോക്കുന്നുണ്ട്. നായികയും ഒരു ചെറിയ കാര്യം ഓർത്തു നോക്കുന്നുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം മാത്രമാണ് ആയിട്ടുണ്ടാവുക. അതിനുള്ളിൽ തന്നെ നായികയുടെ ഭർത്താവ്, എനിക്ക് വിദേശത്ത് ഒരു പ്രധാനപ്പെട്ട ജോലി വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി തന്നെ ഞാൻ പോവുകയാണെന്ന് പറയും. നായികയുടെ ഭർത്താവിന്റെ അച്ഛൻ, ആ വലിയവർ, മകനെ ഇരുത്തി സംസാരിക്കും. എന്താ മോനെ ഈ പറയുന്നത്? ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്? ആ പെൺകുട്ടി എത്ര സ്വപ്നങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ആ കുട്ടിയെയും കൂടെ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കാതെ നമ്മുടെ നായികയോടും ഞാൻ തന്നെ എന്റെ ലഗേജ് പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ മരുമകൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഈ അമ്മായി അച്ഛനും അമ്മായി അമ്മയും, ഒന്നുമില്ല മോളെ, അവൻ വേഗം വരും, ചെറിയ പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ വേഗം ഇപ്പോൾ 7 വർഷമായി വൈകിയിരിക്കുകയാണ്. ഇപ്പോൾ കഥ തിരികെ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വീട്ടിലും ആ അമ്മന്റെ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി കുറച്ചു നാളുകൾക്കുള്ളിൽ അമ്മന് പൂജ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനു വേണ്ടിയാണത്. ഈ സമയത്താണ് സിനിമയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. സാധാരണയായി കൽക്കത്തയിൽ ഈ അമ്മൻ പൂജ ആഘോഷിക്കുന്ന വീടുകളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ചില അതിഥികൾ വന്ന് ആ പൂജയിൽ പങ്കെടുക്കാറുണ്ടത്രേ. അതിനുവേണ്ടി വലിയ വീടുകളിലുള്ളവർ ആ ഉത്സവ സമയത്ത് അവരുടെ വീട്ടിലെ മുറികൾ വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ ഒരു പേയിങ് ഗസ്റ്റായി ഡൽഹിയിൽ നിന്നൊരാൾ നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് ഭയങ്കരമായി കാറ്റടിക്കുന്നു. മഴ വരാൻ പോകുന്നത് പോലെയുണ്ട്. നായികയും തന്റെ തുണികളെല്ലാം എടുത്തുകൊണ്ട് മുറിയിലേക്ക് തിരികെ പോകുമ്പോഴാണ് ആദ്യമായി ആ പേയിങ് ഗസ്റ്റായി വരാൻ പോകുന്ന ബോസ് എന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ കാണുന്നത്. ബോസ് കാണാൻ വളരെ സുന്ദരനാണ്. ജിമ്മിലൊക്കെ പോയി ശരീരം വളരെ ഫിറ്റായി വെച്ചിട്ടുണ്ട്. ഹായ് മാഡം, ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി റൂം ചോദിച്ചിരുന്നത് എന്ന് പറയുന്നു. നായികയും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ എന്റെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ മുനി എന്നൊരാളുണ്ടല്ലോ, അയാളെയും വിളിച്ച് മുകളിൽ ഇദ്ദേഹത്തിന്റെ മുറി ബോസിന് നൽകൂ. ഇദ്ദേഹം നമ്മുടെ ഗസ്റ്റ് ആണ്, നമ്മൾ ഇദ്ദേഹത്തെ കംഫർട്ടബിൾ ആയി നോക്കണം എന്നും പറഞ്ഞ് മുനിയോട് പറഞ്ഞു വിടുന്നു. മുനിക്കും ഇതുപോലെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതും അതും ഈ ബോസിനെ നമ്മുടെ നായികയുടെ ഭർത്താവിന്റെ മുറിയിൽ തന്നെ താമസിപ്പിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം മുനി ഒരു വളർത്തുമകനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ നായികയുടെ ഭർത്താവിനെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോസിനോട് അല്പം ദേഷ്യത്തിലാണ്. ബോസും റൂമിൽ വന്നയുടനെ അവന്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടാകും. ആ പെട്ടി അവൻ റൂമിൽ ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. അതിലാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ളത്. മറുവശത്ത് ഈ വേലക്കാരനായ മുനി ആ വീട്ടിലെ വലിയവരുടെ, അതായത് അമ്മായിയച്ഛന്റെ അടുത്ത് വന്ന്, സർ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ പയ്യനൊക്കെ താമസിക്കുന്നത് ശരിയല്ല. കാരണം തമ്പി, അതായത് നായികയുടെ ഭർത്താവ്, വേറെ നാട്ടിൽ പോയിരിക്കുകയാണ്. തമ്പിയുടെ ഭാര്യ ഇവിടെ തനിച്ചാണ്. ഈ വിഷയമൊക്കെ തമ്പി അറിഞ്ഞാൽ ദേഷ്യപ്പെടും എന്നൊക്കെ പറയുന്നു. എന്നാൽ ആ വലിയവർ കുറച്ച് ഓപ്പൺ ടൈപ്പാണ്. അദ്ദേഹം അങ്ങനെയൊന്നും വലുതായി ചിന്തിക്കില്ല. കണ്ടതൊന്നും സംസാരിക്കരുത്. ഇങ്ങനെ നീ സംസാരിക്കുന്നത് എന്റെ മരുമകൾ അറിഞ്ഞാൽ അവൾക്ക് വിഷമമാകും. ഉടനെ ഇവിടെ നിന്ന് പോകൂ എന്ന് മുനിയോട് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ വീട്ടിൽ പേയിങ് ഗസ്റ്റായി വന്ന ബോസ് ഈ വലിയവരെ കാണാൻ വരുന്നു. അപ്പോൾ ആ വലിയവരുടെ ഭാര്യ ആ റൂമിൽ നിന്ന് ഭയങ്കരമായി ഒച്ച വെക്കുന്നു. ഇദ്ദേഹം പേടിച്ച് ചെന്ന് നോക്കുമ്പോൾ, കുറച്ചു നാളായി എന്റെ ഭാര്യയ്ക്ക് മാനസികമായി അല്പം അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത്. അവൾക്ക് നടക്കാൻ പോലും കഴിയില്ല എന്ന് വലിയവർ വിഷമത്തോടെ പറയുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബോസ് ആ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് നോക്കുന്നു. അപ്പോഴാണ് ഈ ബോസ് ഒരു ഡോക്ടർ ആണെന്നും അറിയുന്നത്. ഇപ്പോൾ ആ വലിയവർക്കും ഈ ബോസിനോട് ഒരു ചെറിയ ബഹുമാനം വരുന്നു. മറുവശത്ത് നമ്മുടെ നായിക ബോസിന്റെ മുറിയിലേക്ക് വരുന്നു. ഇവിടെ അത്ര ടവർ കിട്ടില്ല, വീട്ടിൽ വൈഫൈ സൗകര്യവുമില്ല. നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ പറയൂ, എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോഴാണ് ആ ബോസ് അവിടെ ഇരുന്ന് പുകവലിക്കുന്നത് നായിക ശ്രദ്ധിക്കുന്നത്. അവർക്ക് തന്റെ ഭർത്താവിനെ ഓർമ്മ വരുന്നു. കാരണം അവരുടെ ഭർത്താവും ഇടയ്ക്കിടെ പുകവലിക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കുന്ന ബോസ് ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അങ്ങനെ ഈ അമ്മൻ ഫെസ്റ്റിവലിനെ കുറിച്ച് നായികയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നായികയുമായി കൂട്ടുകൂടുകയും ആ വീടിന്റെ ധാരാളം ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബോസ് അവിടെ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത് കൊണ്ട് 3 നേരവും നായികയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ആഹാരം തയ്യാറായി എന്ന് പറയാൻ നായിക ബോസിന്റെ മുറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അപ്പോൾ കുളി കഴിഞ്ഞ് ടവലുമായി പുറത്തേക്ക് വരുന്നു. ആ കോലത്തിൽ ബോസിനെ കാണുന്ന നായികയുടെ മനസ്സും ഒരുമാതിരിയാകുന്നു. അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ബോസ് ഒരു നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു വന്നിരിക്കുമ്പോൾ ആ വലിയവരുടെ ഭാര്യ, അതായത് അമ്മായിയമ്മ, ബോസിനെ കാണുന്നു. കണ്ട ഉടനെ അവർക്ക് സങ്കടം വരുന്നു. ഈ പയ്യനെ കാണാൻ നമ്മുടെ മകൻ ശരവണനെ പോലെയുണ്ടല്ലോ. ശരവണ, നീ തിരികെ വന്നോ മോനെ? ഇവിടെ നോക്കൂ നിന്റെ ഭാര്യയെ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ വലിയവരും ഒന്ന് പേടിച്ച്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവൻ നമ്മുടെ മകൻ ശരവണനൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ പേര് ബോസ് എന്നാണ്. ഇവിടെ വാടകയ്ക്ക് വന്നതാണ്. മോനെ, തെറ്റിദ്ധരിക്കരുത്. എന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്ന് അറിയാമല്ലോ, അതാണ് ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നായികയും ബോസിന് വേണ്ട പൂരികളൊക്കെ വെച്ച് കഴിക്കാൻ പറയുന്നു. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എങ്ങനെയാണ് ശരീരം ഇങ്ങനെ ഫിറ്റായി വെക്കുന്നത് എന്ന് നായിക ബോസിനോട് ചോദിക്കുമ്പോൾ, എല്ലാം ജിം കാരണമാണ് എന്നയാൾ പറയുന്നു. ഓ, ജിമ്മിലൊക്കെ പോകുമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ജിമ്മിൽ പോകുന്നത് വലിയ പാപമാണെന്നാണ് പറയുക എന്ന് നായിക പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചുകൂടി സംസാരിച്ച് അടുക്കുന്നു. അവർ ടെറസിലുള്ള ഒരു മുറിയിലേക്ക് ബോസിനെ കൊണ്ടുപോകുന്നു. ആ മുറി നിറയെ പട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് പട്ടം പറത്താൻ അറിയുമോ എന്ന് ബോസിനോട് ചോദിക്കുമ്പോൾ, ഞാൻ നന്നായി പറത്തുമെന്ന് ബോസ് പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പട്ടവും ഇവരുടെ കയ്യിൽ ഒരു പട്ടവും എടുത്ത് ടെറസിൽ വന്ന് പറത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് ശരിയായി പട്ടം പറത്താൻ അറിയാതെ
അതിന്റെ നൂല് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ബോസും തന്റെ പട്ടം നായികയുടെ കയ്യിൽ കൊടുത്ത് എങ്ങനെയാണ് പറത്തേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ബോസ് യാദൃശ്ചികമായി നമ്മുടെ നായികയുടെ കൈ തൊടുന്നു. അതും നമ്മുടെ നായികയ്ക്ക് ഒരു പുതിയ തരം അനുഭൂതി നൽകുന്നു. കാരണം 6 വർഷമായി തന്റെ ഭർത്താവുമായി ഒരു തരത്തിലും സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യാതെയാണ് നായിക ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായി ഒരു പുരുഷൻ തന്നോട് ഇത്ര അടുത്ത് പെരുമാറുന്നല്ലോ എന്നൊരു ഫീലിംഗ് അവർക്ക് വരുന്നു. അതേസമയം മുകളിൽ പട്ടം പറക്കുന്നത് താഴെ വീണ് നായികയുടെ ഭർത്താവിന്റെ അമ്മ കാണുന്നു. എന്റെ മകൻ തിരികെ വന്നോ, എന്റെ മകൻ പറത്തുന്ന പട്ടം വേറെ ആരോ പറപ്പിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അവർ സങ്കടപ്പെടുന്നു. ഇപ്പോൾ അതേ പട്ടം ആ വലിയവരും ആ വീട്ടുജോലിക്കാരനും വളർത്തുമകനുമായ മുനിയും കാണുന്നു. അവരും എന്താണെന്ന് നോക്കാൻ ടെറസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നായികയുടെ കൈ പിടിച്ച് ഈ ബോസ് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞു ഈ പ്രായത്തിലുള്ള പയ്യന്മാരെ വീട്ടിൽ താമസിപ്പിക്കരുതെന്ന്. നോക്കൂ, തമ്പിയുടെ ഭാര്യയുടെ കൂടെ ചേർന്ന് അവൻ പട്ടം പറത്തുന്നത് എന്ന് പറയുന്നു. അവരും ഇത് കണ്ടിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായികയും ബോസും പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബോസിനോട് നായിക പറയുന്നു, ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇപ്പോൾ മുകളിൽ പറക്കുന്ന ഈ പട്ടം ആരുടേതാണെന്ന് അറിയാമോ? എന്റെ ഭർത്താവിൻ്റെതാണ്. അങ്ങനെ എന്റെ ഭർത്താവിന്റെ പട്ടം നിങ്ങൾ ആകാശത്ത് പറത്തുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് നിങ്ങളെ എന്റെ ഭർത്താവിനെ പോലെ കണ്ടുപോയി എന്ന് പറയുന്നു. ഇത് കേട്ടതും ബോസിന് ഒരുമാതിരിയാകുന്നു. വെറും ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ഈ പെൺകുട്ടിയോടൊപ്പം പട്ടം പറത്തിയാൽ ഇവർ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നല്ലോ എന്ന് കരുതി പെട്ടെന്ന് കൈയെടുത്ത് അവന്റെ മുഖം മാറുന്നതായി കാണിക്കുന്നു. അതേസമയം ആ വീട്ടിലെ അമ്മ, അതായത് വലിയവരുടെ ഭാര്യ, ഇരുന്ന് അലറി കരയുകയാണ്. വേലക്കാരി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് തുപ്പിക്കളഞ്ഞിട്ട് ഈ വീട്ടിൽ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ട്, എന്റെ അലമാര ആരോ തുറന്നിരിക്കുന്നു, അതിനുള്ളിലെ സാധനങ്ങൾ ആരോ എടുത്തിരിക്കുന്നു, എനിക്കത് ആരാണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് അവർ കരയുന്നു. ഇവിടെ നായികയും തന്റെ മുറിയിൽ വന്ന് വളരെ സന്തോഷവതിയായി ഇരിക്കുന്നതായി കാണിക്കുന്നു. ഈ 6-7 വർഷത്തിനിടയിൽ അവർ ഇത്രയും സന്തോഷവതി ആയിരുന്നിട്ടില്ല. ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണോ? എനിക്ക് മറ്റൊരാളോട് പ്രണയം വന്നോ? ഇതെങ്ങനെ പറയും? 6 വർഷമായി നമ്മുടെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാതെ നമ്മളെ കാണാൻ പോലും വരാത്ത ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഞാൻ എന്റെ ജീവിതം തള്ളി നീക്കണോ? അതോ എനിക്കിഷ്ടപ്പെട്ട പോലെ ഒരു പുതിയ ജീവിതം തുടങ്ങി സന്തോഷമായി ജീവിക്കണോ? ഞാൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പൊ ഈ ബോസുമായി ഇങ്ങനെ ഇടപഴകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അവിടെ നാണിക്കുന്നതായും കാണിക്കുന്നു. എന്നാൽ മറുവശത്ത് ബോസ് തന്റെ മുറിയിൽ വന്ന് അലറി കരയുകയാണ്. കണ്ണീരോടെ കരയുന്നു. സോറി സുഹൃത്തെ, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് കരുതിയില്ല, എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ എന്നൊക്കെ പറയുന്നു. ഒരു നിമിഷം അദ്ദേഹം ആരെയാണ് സുഹൃത്തെ എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? വേറെ ആരുമല്ല, ആ ശരവണനോടാണ്. ശരവണൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നായികയുടെ ഭർത്താവാണ്. യഥാർത്ഥത്തിൽ ഈ ബോസ് ആരാണെന്ന് അറിയാമോ? ശരവണൻ എന്ന നായികയുടെ ഭർത്താവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എടാ മച്ചാനെ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ എന്റെ വീട്ടിൽ പോയി എന്റെ വീട്ടിലുള്ളവരെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞാണ് ഈ ബോസിനെ അവന്റെ സുഹൃത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെ സുഹൃത്തിന്റെ കുടുംബത്തെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയപ്പോൾ ഇപ്പോൾ സുഹൃത്തിന്റെ ഭാര്യ തന്നെ തന്നോട് പ്രണയത്തിലായല്ലോ എന്നോർത്തുള്ള കുറ്റബോധത്തിലാണ് ഇപ്പോൾ ഈ ബോസ് അലറി കരയുന്നത്. അങ്ങനെ ആ സമയത്ത് ബോസ് ഒരു ഫോട്ടോ കാണുന്നു. ആ ഫോട്ടോയിൽ നമ്മുടെ നായികയും അവരുടെ ഭർത്താവുമുണ്ട്. അതിൽ നിന്ന് നായികയുടെ ഭർത്താവിനെ മാത്രം ഈ ബോസ് കത്തിക്കുന്നതായി കാണിക്കുന്നു. ഇതിനെല്ലാം മുൻപ് നിങ്ങൾക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ട്വിസ്റ്റ് പറയാം. ഇപ്പോൾ നമ്മുടെ നായികയും 6-7 വർഷത്തിന് ശേഷം ആദ്യമായി തന്റെ ഐബ്രോ ഷേപ്പ് ചെയ്യുകയാണ്. നായികയ്ക്ക് ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവർക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെയാണ് ഷേപ്പ് ചെയ്യുന്നത്. നീ ബ്യൂട്ടി പാർലറിലേക്ക് വരാറില്ലല്ലോ, ഇതെന്താ പുതിയതായിട്ട് എന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ നായികയും തന്റെ വീട്ടിൽ ആ ബോസുമായി ഇടപഴകുന്നതും അവന്റെ മേൽ തനിക്ക് ഫീലിങ്സ് വന്നതും സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് എത്ര നാളായി പറയുന്നു, ഇനിയും വിദേശത്ത് പോയിട്ട് തിരികെ വരാത്ത നിന്റെ ഭർത്താവിനെ ഓർത്ത് ജീവിക്കാതെ നിനക്കായി ഒരു ജീവിതം ഉണ്ടാക്കാൻ. നീ ചെറിയ പ്രായത്തിൽ ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു, അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അവന്റെ കൂടെ പോയി വിവാഹം കഴിച്ച് പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ പറഞ്ഞതാണ്, അതും നീ കേട്ടില്ല. ഇപ്പോൾ നിനക്ക് തന്നെ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ അവസരമെങ്കിലും നീ നഷ്ടപ്പെടുത്തരുത്, അവനെയെങ്കിലും നീ മുറുക്കി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരുടെ സുഹൃത്ത് ചില ഐഡിയകൾ കൊടുക്കുന്നു. മറുവശത്ത് മുനിക്ക് ശരിക്ക് ഉറക്കം പോലും വരുന്നില്ല. അദ്ദേഹം നന്നായി മദ്യപിക്കുന്നു. കാരണം ടെറസിൽ ബോസും നായികയും പട്ടം പറത്തിക്കൊണ്ട് അടുത്തിടപഴകുന്നത് കണ്ടിരുന്നല്ലോ. അങ്ങനെ എന്റെ തമ്പിക്ക് അവന്റെ ഭാര്യ തുണയായി നിൽക്കുന്നില്ല, അവനെ വഞ്ചിക്കുന്നു എന്ന് കരുതി ഇപ്പോൾ നായികയോട് അത് പ്രകടിപ്പിക്കാതെ നേരെ ബോസിന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നു. ഇനിയും നിനക്ക് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള അപർണയോട് നീ സംസാരിക്കാൻ പോലും പാടില്ല.
നിനക്ക് ഭക്ഷണമോ അതോ കിടക്കാനുള്ള പായയോ തലയണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. ഇനി നീ അവളോട് സംസാരിച്ചാൽ ഞാൻ തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇവിടെ ആ വീട്ടിലെ വലിയവർ, അതായത് അമ്മായിയച്ഛൻ, നായികയെ വിളിച്ചിട്ട്, മോളെ, നിന്നോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്, എന്നാൽ ടെറസിൽ നീ പട്ടം പറത്തിയത് വലിയ തെറ്റാണ് എന്ന് പറയുന്നു. പട്ടം പറത്തിയത് തെറ്റാണോ എന്ന് നായിക ചോദിക്കുമ്പോൾ, നീ പട്ടം പറത്തിയതായിരുന്നുവെങ്കിൽ തെറ്റില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പട്ടം പറത്തിയതാണ് എനിക്കിഷ്ടപ്പെടാത്തത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് നായികയും, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒരു ദിവസം പോലും ഞാൻ ജീവിക്കാൻ പാടില്ലേ എന്ന് അമ്മായി അച്ഛനോട് ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ആ വലിയവർക്കും തന്റെ മരുമകൾ ഈ ബോസിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഭയം വരുന്നത്. ഇപ്പോൾ ബോസും നമ്മുടെ നായികയോട് വന്ന്, നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ഭർത്താവ് ശരവണനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഒരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ. അവിടെയുള്ളവർ എനിക്കൊരു പയ്യനെ കണ്ടെത്തി. അതാണ് ശരവണൻ. ശരവണൻ നേരിട്ട് വന്ന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, വേഗം കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം തികയും മുൻപേ അവൻ വിദേശത്തേക്ക് പോയി. അതിനുശേഷം ഈ നരകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ആ വീട്ടിലെ അമ്മ, അതായത് ആ വലിയവരുടെ ഭാര്യ, വീണ്ടും എഴുന്നേറ്റിരുന്ന് അലറി കരയുകയാണ്. അമ്മേ, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? എന്റെ അലമാരിയിൽ നിന്ന് എന്തോ ഒന്ന് മോഷണം പോയി, ഒന്ന് പോയി നോക്കൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നായികയും അങ്ങോട്ട് ഓടിപ്പോയി അലമാര തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലെ പണവും സ്വർണവും കാണാനില്ല. അപ്പോഴാണ് ഈ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാകുന്നത്. ഏതോ ഒരു പയ്യൻ അകത്ത് വന്ന് ഇത് മോഷ്ടിച്ചു. ഞാൻ തടയാൻ പോയപ്പോൾ എന്നെ തള്ളി മാറ്റിയിട്ട് അവൻ ഓടിക്കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിലെ വളർത്തുമകൻ മുനിയില്ലേ, അവൻ തന്നെയാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. അവൻ തന്നെ അത് മുന്നോട്ട് വന്ന് സമ്മതിക്കുന്നു. നീ റോഡിൽ അനാഥനായി കിടന്നവനല്ലേ? നിന്നെ ഈ വീട്ടിൽ ദത്തെടുത്തത് വേലക്കാരനായിട്ടല്ലോ, ഈ വീടിന്റെ വളർത്തുമകനായിട്ടല്ലേ ഞങ്ങൾ നോക്കിയത്. അങ്ങനെ സ്വന്തം വീടിനോട് തന്നെ നീ ഈ വഞ്ചന കാണിക്കുന്നുവല്ലോ, നീ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ വലിയവർ മുനിയെ ശകാരിക്കുന്നു. എന്നാൽ ആ മുനി കുറച്ചു സമയത്തിനുള്ളിൽ വലിയവരുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്നു. പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. വേഗം തന്നെ ആ പണം ഞാൻ തിരികെ തരാം. ഞാൻ അമ്മയെ മനഃപൂർവ്വം തള്ളിയിട്ടതല്ല. അമ്മ എന്നെ കണ്ടാൽ ഞാൻ മോഷ്ടിക്കുന്നത് കണ്ടാൽ വിഷമിക്കും എന്ന് കരുതിയാണ് തള്ളി മാറ്റി പോയത് എന്ന് പറയുന്നു. മറുവശത്ത് അമ്മൻ ഫെസ്റ്റിവലും ഒരു ദിവസത്തിനുള്ളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിനായി ആ വലിയവരുടെ ബന്ധുക്കളും നായികയുടെ സുഹൃത്തും അവരുടെ മക്കളുമൊക്കെയായി എല്ലാവരും ആ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ബോസ് തന്റെ ലാപ്ടോപ്പിൽ എന്തോ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ട് പുരുഷന്മാർ അല്പം അടുത്തിടപഴകുന്ന രംഗങ്ങളാണ്. ഇപ്പോൾ ആ ലാപ്ടോപ്പ് ആ വീട്ടിലെ വലിയവരും കാണുന്നു. അദ്ദേഹത്തിന് അത് കണ്ട് ഞെട്ടലുണ്ടാകുന്നു. ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഈ വീട്ടിൽ ആരാണ് കാണുന്നതെന്നും അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് ഈ ബോസ് ഒരു സമ്മാനം കൊടുക്കുന്നു. അതൊരു പെർഫ്യൂമാണ്. ഇപ്പോൾ ആ പെർഫ്യൂം നമ്മുടെ നായിക മണത്ത് നോക്കുമ്പോൾ അതിനൊരു മൺവാസനയാണ്, അതായത് മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഗന്ധം. അവർ സുഹൃത്തിനോടും, ഞാൻ ഈ ബോസിനോട് പറഞ്ഞിരുന്നു എനിക്ക് മൺവാസന വളരെ ഇഷ്ടമാണെന്ന്. എന്റെ ഭർത്താവ് പോലും എനിക്കിഷ്ടമുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല, എന്നാൽ ഈ ബോസ് അത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ അവനോട് എന്റെ പ്രണയം വെളിപ്പെടുത്താൻ പോവുകയാണ് എന്ന് സുഹൃത്തിനോട് പറയുന്നു. വൈകിക്കാതെ ഇന്ന് രാത്രി തന്നെ അത് പറഞ്ഞോ എന്ന് സുഹൃത്തും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായിക അവരുടെ വീട്ടിലേക്ക് വരുന്നു. ബോസിന്റെ മുറിയിൽ വന്ന് എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബോസിന്റെ ബെഡിൽ വന്നിരിക്കുന്നു. നമുക്ക് പുറത്തു പോയി സംസാരിച്ചാലോ എന്ന് ബോസ് ചോദിക്കുമ്പോൾ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും ബെഡിലിരുത്തി ഏതാണ്ട് 6-7 വർഷമായി ഞാൻ ഈ വീട്ടിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്റെ ഭർത്താവ് തിരികെ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. അഥവാ വന്നാലും നിങ്ങളെ മറികടന്ന് എനിക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതെ ബോസ്, ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ബോസ് നായികയെ അത് പറയാൻ വിടാതെ തടയുന്നു. യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, എനിക്ക് നിങ്ങളെ പ്രണയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ അറിയാം. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെന്ന് പറയുന്നു. ഇത് നായികയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഛേ, അതിനെന്താ വന്ന ദിവസം തന്നെ പറയാതിരുന്നത്? എന്റെ കൂടെ ഇത്രയും ഇടപഴകി ഇത്രയും സംസാരിച്ചു, അപ്പോൾ അതൊക്കെ കളവായിരുന്നോ എന്ന് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. അതൊന്നും കളവല്ല, ഞാൻ നിങ്ങളോട് ഒരു നല്ല സുഹൃത്തായിട്ടാണ് സംസാരിച്ചത്. എന്നാൽ നിങ്ങളുടെ ഭർത്താവുമായി ഞാൻ അങ്ങനെയല്ല സംസാരിച്ചത്. നിങ്ങളുടെ ഭർത്താവിന് ഞാൻ വെറും ഒരു സുഹൃത്തല്ല, അതിനു മുകളിലാണ് എന്ന് ബോസ് പറയുന്നു. നീ എന്താണ് പറയാൻ വരുന്നത്? തുറന്നു പറ എന്ന് നായിക ചോദിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളുടെ ഭർത്താവായ ശരവണനോട് പ്രണയമായിരുന്നു. അവനും എന്നെ പ്രണയിച്ചിരുന്നു. അതെ, നിങ്ങളുടെ ഭർത്താവ് പുരുഷന്മാരെ മാത്രം ഇഷ്ടപ്പെടുന്നയാളാണ്.
ഞങ്ങൾ രണ്ടുപേരും ജീവന് തുല്യം പ്രണയിച്ചിരുന്നു എന്നൊരു ട്വിസ്റ്റ് കൂടി ബോസ് അവിടെ പൊട്ടിക്കുന്നു. ഇത് കേട്ട നായിക തകർന്നു പോകുന്നു. ഇതെന്താ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്? ഓ, അതുകൊണ്ടാണോ അവൻ എന്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാതെ ഓടിപ്പോയത്? ഒരു ദിവസം ഞാൻ അവന്റെ അടുത്തേക്ക് മനഃപൂർവ്വം പോയപ്പോൾ അപ്പോൾ പോലും അവൻ എന്നെ തള്ളി മാറ്റിയതിന് ഇതാണോ കാരണം എന്നെല്ലാം അവർ ഓർത്തു നോക്കുന്നു. ഇപ്പോൾ ബോസും അവിടെ കിടന്ന് കരയുകയാണ്. നീ എന്തിനാണ് കരയുന്നത്? കരയേണ്ടത് ഞാനല്ലേ എന്ന് നായിക പറയുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എവിടെയാണ് എന്ന് നായിക ചോദിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജീവനോടെ ഇല്ല. നിങ്ങളുടെ ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്കൊന്നുമല്ല പോയത്. അവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് പോയത്. അങ്ങനെ യുദ്ധത്തിൽ പോയി അവൻ തന്റെ ജീവൻ ബലിയർപ്പിച്ചു. അതെ, ഇപ്പോൾ നമ്മുടെ ശരവണൻ നമ്മോടൊപ്പം ഇല്ല എന്ന് ബോസ് പറയുന്നു. ഇത് നമ്മുടെ നായികയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. നായികയ്ക്ക് ഇനി എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ അവരുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി അവർ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് ബോസ് നായികയോട്, നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലാണ്. നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ. ശരവണൻ എന്നെ പ്രണയിക്കുന്ന സമയത്ത് അവന് കല്യാണം കഴിഞ്ഞ കാര്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ശരവണന്റെ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അവനൊരു ഭാര്യയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത് എനിക്ക് തന്നെ വലിയൊരു ഷോക്കായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ നായികയോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. അത്രയുള്ളൂ. നായികയുടെ ജീവിതം തകർന്നതുപോലെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ബാത്റൂമിലിരുന്ന് അലറിക്കരയുന്നു. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ അമ്മൻ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നു. നായിക അവിടെ ഒരു വെള്ള സാരി ഉടുത്ത് വന്ന്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദുഃഖകരമായ സംഭവം നടന്നു, അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ വന്ന ബന്ധുക്കളെയെല്ലാം പുറത്തേക്ക് അയക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ വലിയവരും അമ്മയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബോസിനെയും വിളിച്ച്, നീ തന്നെ പറ, നിന്റെ സുഹൃത്തിന് എന്തു പറ്റിയെന്ന് നീ തന്നെ പറ എന്ന് പറയുന്നു. അങ്ങനെ ബോസും ശരവണൻ മരിച്ചുപോയ കാര്യം അവന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നു. എന്നാൽ ആ വലിയവർക്കും ആ വീട്ടിലെ വളർത്തുമകൻ മുനിക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ ബോസ് കള്ളം പറയുകയാണ്. നമ്മുടെ മരുമകളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവർ കരുതുന്നു. അപ്പോഴാണ് ബോസ്, ഞാനും നിങ്ങളുടെ മകൻ ശരവണനും പ്രണയത്തിലായിരുന്നുവെന്ന ആ സത്യം കൂടി അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പൊട്ടിക്കുന്നത്. നിങ്ങളുടെ മകൻ യുദ്ധത്തിന് പോയപ്പോഴാണ് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തൃശൂലം എടുത്ത് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ തൃശൂലം ശരവണന്റെ അമ്മ ശരവണൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ കൊടുത്തതായിരുന്നു. അത് കണ്ടപ്പോഴാണ് ബോസ് പറയുന്നത് എല്ലാം സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവർ മകനെ ഓർത്തും മകൻ കാരണം മരുമകളുടെ ജീവിതം 7 വർഷമായി നശിച്ചു പോയല്ലോ എന്നോർത്തും തന്റെ മകൻ ഒരു പുരുഷനെയാണ് സ്നേഹിച്ചിരുന്നതെന്നും അത് നമ്മൾ മനസ്സിലാക്കാതെ പോയല്ലോ എന്നോർത്തും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അവർ അലറിക്കരയുന്നു. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ മരുമകളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ അവർക്കറിയില്ല. അതിനുശേഷമാണ് ബോസ് ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നല്ലോ. ആ പെട്ടിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് അവരുടെ മകനായ ശരവണന്റെ ചിതാഭസ്മമാണ്. അതൊരു ചെറിയ ജാറിലാക്കി അദ്ദേഹം വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കുന്നു. ഇത് തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഇവിടെ ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ അവരെല്ലാം കുടുംബത്തോടെ അത് വാങ്ങി നിമഞ്ജനം ചെയ്ത് ആ കുടുംബമാകെ തകർന്നിരിക്കുന്നതായും ഇതിനിടയിൽ കുറച്ച് മാസങ്ങൾ കടന്നു പോകുന്നതായും കാണിക്കുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പതുക്കെ പതുക്കെ എല്ലാവരും ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവർക്കെല്ലാം നമ്മുടെ നായികയ്ക്ക് മാത്രം ഒരു നല്ല ജീവിതം കിട്ടിയില്ലല്ലോ, അവളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ വീടിന്റെ കോളിംഗ് ബെൽ മറ്റൊരാൾ അടിക്കുന്നത്. ഇവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ അവർക്കൊരു വലിയ സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. ആ അജ്ഞാതൻ മറ്റാരുമല്ല, നമ്മുടെ നായിക ചെറിയ പ്രായത്തിൽ ഒരു പയ്യനെ പ്രണയിച്ചിരുന്നുവല്ലോ. നായികയുടെ സുഹൃത്ത് പോലും നീ ആ പയ്യനെ തന്നെ വീണ്ടും വിവാഹം കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പയ്യനാണ് ഇപ്പോൾ നായികയെ തേടി വന്നിരിക്കുന്നത്. അങ്ങനെ അവൻ വന്ന് നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നത് പോലെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.